ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10ൻ്റെ റീലോഡിങ്ങിന് ശേഷമുള്ള രണ്ടാമത്തെ റൗണ്ട് ആരംഭിക്കുകയാണ് 43-ാം എപ്പിസോഡിൽ. ഈ എപ്പിസോഡിൽ ഗസ്റ്റായി ഹണി റോസ് എത്തിയിരുന്നു. റേച്ചൽ സിനിമയുടെ ടീമും ഈ എപ്പിസോഡിൽ പ്രമോഷന്റെ ഭാഗമായി എത്തിയിരുന്നു. റെട്രോ വേഴ്സസ് മെട്രോ എന്ന പേരിൽ പുതിയ റൗണ്ടുകൾ ഈ എപ്പിസോഡിൽ ആരംഭിക്കുന്നു. പുതുതായി റെട്രോ വേഴ്സസ് മെട്രോ എന്ന നിലയിൽ 2 റൗണ്ടുകളാണ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. ഓരോ മത്സരാർത്ഥിക്കും ഒരു റെട്രോ വിഭാഗത്തിലെ പെർഫോമൻസിനും ഒരു മെട്രോ വിഭാഗത്തിലെ പെർഫോമൻസിനും അവസരം ലഭിക്കും. 2 കാറ്റഗറിയിലുമുള്ള ഗാനങ്ങൾ ഇടകലർന്നതായിരിക്കും എപ്പിസോഡുകൾ. ഗുരുകുലത്തിന് ടോസ് കിട്ടിയ ഈ എപ്പിസോഡിൽ ഗുരുകുലം തന്നെ ആദ്യം പെർഫോം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഗുരുകുലത്തിൽ നിന്ന് ഗായത്രി മേനോനും സൂര്യനാരായണനും വേദിയിലെത്തി. ഗായത്രി 99 മാർക്കും സൂര്യനാരായണൻ 99.5 മാർക്കും നേടി. ഇരുവരും മെട്രോ റൗണ്ടിലാണ് പെർഫോം ചെയ്തത്. കോൺവെന്റിൽ നിന്ന് ഗൗതം പ്രസാദും കൃഷ്ണശ്രീയും മെട്രോ റൗണ്ടിൽ പെർഫോം ചെയ്തു. ഗൗതം 98.5 മാർക്കും കൃഷ്ണശ്രീ 99 മാർക്കും സ്വന്തമാക്കി. കോൺവെന്റ് സ്കൂൾ ആകെ 197.5 മാർക്കും ഗുരുകുലം 198.5 മാർക്കും നേടി. അങ്ങനെ ഈ എപ്പിസോഡിൽ ഗുരുകുലം വിന്നറായി. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ എപ്പിസോഡായി സൂര്യനാരായണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. സൂര്യനാരായണൻ പാടിയ പാട്ടിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ച് പാട്ടുവർത്താനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സംശയ നിവാരണത്തിനായി KS ചിത്ര ഗായകൻ യേശുദാസിനെ ഷോയ്ക്കിടയിൽ വിളിച്ചതും ശ്രദ്ധിക്കപ്പെട്ടു. റീലോഡിന് ശേഷം എപ്പിസോഡുകളിൽ മത്സരാർത്ഥികളുടെ പെർഫോമൻസുകളിൽ ആദ്യ പകുതിയിലെ പെർഫോമൻസുകളെ അപേക്ഷിച്ച് പ്രകടമായ മാറ്റങ്ങളുണ്ടായിരുന്നു. ചിലർ ഏറെ മെച്ചപ്പെട്ടു, ചിലർ മുൻപത്തെ പോലെ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇതിനിടെ പുതിയ 2 വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി ഷോയിലേക്ക് എത്തി. ഇവരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടം നിലവിലുണ്ടായിരുന്ന മത്സരാർത്ഥികളുടെ സ്ഥാനങ്ങളിൽ ഈ റൗണ്ടുകളിലൂടെ മാറ്റം കൊണ്ടുവരും എന്നത് തീർച്ചയാണ്. ഈ സെക്കൻഡ് ഹാഫിൽ ആരുടെയൊക്കെ പെർഫോമൻസുകളാണ് നിങ്ങൾ ഏറ്റവും കാത്തിരിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.